മഴ തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. മാമച്ചനും ഗ്രേസമ്മയും പുറത്തുപോയി രേവതിക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നതാണ് കാണിക്കുന്നത്. ഡെയിലി വെയറും പാർട്ടി വെയറുമായി കുറേ ചുരിദാർ കൊടുക്കണ കണ്ട് ഇതെല്ലാം എനിക്കാണോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അല്ല എനിക്ക്, മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ പിണക്കത്തോടെ സോഫയിലേക്ക് ഇരിക്കുന്നുണ്ട്. ഇത്രയും വില കൂടിയ ചുരിദാറൊക്കെ കണ്ട് അന്താളിച്ചു നിൽക്കുന്ന രേവതിക്കുട്ടിയാണെങ്കിൽ സങ്കടത്തോടെ താനും അലീന ചേച്ചിയും വീട് തോറും കയറി ഇറങ്ങി ചോദിച്ചു വാങ്ങുന്ന പഴയ ഡ്രസ്സുകളാ എപ്പോഴും ഇട്ടോണ്ട് നടന്നിരുന്നെന്ന് സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇത് കേട്ട് വല്ലാതാവുന്ന ഗ്രേസമ്മ അവൾക്കത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് അവൾ തലയാട്ടുമ്പോൾ അതെല്ലാം റൂമിൽ കൊണ്ടുപോയി വെക്കാനായി ഗ്രേസമ്മ പറയുന്നുണ്ട്. അവൾ പോവാനായി തുടങ്ങുമ്പോഴേക്കും വീണ്ടും ഒരു കവർ എടുത്ത് ഇത് തരാൻ മറന്നെന്നും പറഞ്ഞ് കുറച്ച് ജുവല്ലറിയും കോസ്മെറ്റിക്സും അടങ്ങിയ കവർ അവളെ ഏൽപ്പിക്കുന്നുണ്ട്. സന്തോഷത്തോടെ കണ്ണീർ തുടച്ചുകൊണ്ട് രേവതിക്കുട്ടി അത് കൊണ്ടുവെക്കാനായി പോകുമ്പോഴേക്കും അവളുടെ സന്തോഷം കണ്ടോ. ഇത്രയും നാളും ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ലായിരുന്നല്ലോ എന്ന് ഗ്രേസമ്മ മാമച്ചനോടായി ചോദിക്കുമ്പോൾ നിനക്കത് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നിയത് നന്നായെന്ന് മാമച്ചനും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗ്രേസമ്മ വാങ്ങിക്കൊടുത്ത ഒരു പാർട്ടി വെയർ ഡ്രസ്സും ഇട്ടുകൊണ്ട് സുന്ദരിയായി സ്റ്റെയർകേസ് ഇറങ്ങി വരുന്ന രേവതിക്കുട്ടിയെ കണ്ട് ഗ്രേസമ്മയും മാമച്ചനും അമ്പരപ്പോടെ അവളെ നോക്കി നിൽക്കുന്നുണ്ട്. അവളെ നോക്കിക്കൊണ്ട് നിനക്ക് നല്ല പോലെ ഇണങ്ങുന്നുണ്ട് അല്ലേ മാമച്ച എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ മാമച്ചനും സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടവൾ സന്തോഷത്തോടെ മുകളിലേക്ക് കയറാനായി തുടങ്ങുമ്പോഴേക്കും മാമച്ചൻ അവളെ അവിടെ നിൽക്കെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നിട്ട് തൻ്റെ മൊബൈലിൽ രേവതിക്കുട്ടിയുടെ ഒരു ഫോട്ടോ എടുക്കുക. കൊള്ളാം, ഇനി പോയിക്കൊന്ന് മാമച്ചൻ പറയുമ്പോൾ അവൾ സന്തോഷത്തോടെ സ്റ്റെപ്പ് കയറി പോകുന്നുണ്ട്. ഇത് കണ്ട് കുട്ടിത്തം മാറിയിട്ടില്ല, പഠിച്ച് കളിച്ച് നടക്കേണ്ട പ്രായമല്ലേ എന്ന് ഗ്രേസമ്മ മാമച്ചനോടായി പറഞ്ഞിട്ട് അവളുടെ മൊബൈലിലെ ഫോട്ടോ വാങ്ങി നോക്കുന്നുണ്ട്. പിന്നീട് മനുശങ്കർ വൈജയന്തിയുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത്. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്ന അലീന താൻ മനുവേട്ടനായിരിക്കുമെന്ന് തന്നെ വിചാരിച്ചെന്ന് പറയുമ്പോൾ അത് വെറുതെ എന്ന് മനു പറയണ കേട്ട് ഞാൻ സത്യമാ പറഞ്ഞ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് അലീന സങ്കടത്തോടെ ചോദിക്കുക. അലീന ഓർത്തോണ്ടല്ല ഞാൻ വന്നത്, മറിച്ച് ഞാൻ വന്നോണ്ടാണ് അലീന എന്നെ ഓർത്തത് എന്ന് മനു പറയണ കേട്ട് അതെങ്ങനെയെന്ന് അലീന ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിന് ഒരു റഡാർ സിസ്റ്റം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളവർ വന്നാൽ ആ റഡാർ സിസ്റ്റം നമ്മളെ അറിയിക്കും. അപ്പോൾ മനസ്സ് ചിന്തിക്കും, അപ്പോൾ ഒരു ചെറിയ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തു തരും. അങ്ങനെയാണ് അലീന എന്നെ ഓർത്തത്. ഇത് കേട്ട് എന്നെ അങ്ങനെ മനുവേട്ടൻ്റെ മനസ്സിലെ റഡാറിൽ കിട്ടുമെന്ന് അലീന ചോദിക്കുക. എന്താ സംശയം, ഞാൻ കൊല്ലപ്പള്ളി വന്നപ്പോഴേ എനിക്ക് സിഗ്നൽ കിട്ടി എന്ന് മനു പറയണ കേട്ട് എന്ത് സിഗ്നൽ എന്ന് അലീന ചോദിക്കുക. അലീന എന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ കടപ്പാട്ടൂര്, അതിപ്പോ എന്തു ചെയ്യുന്നു ആവോ എന്നും മനു പറയണ കേട്ട് അലീനയും പുഞ്ചിരിയോടെ നോക്കി നിൽക്കുക. അതെല്ലാം പോട്ടെ, ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെയല്ലേ അലീനയ്ക്ക്? വൈജയന്തി ആൻറ്റി പീഡനം കുശുമ്പ് പോര് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അറിയാതെയല്ലേ എന്ന് അലീന പറയണ കേട്ട് എന്താ പറഞ്ഞത്, എന്തറിയാതെ എന്ന് മനു ചോദിക്കുന്നുണ്ട്. ഞാനൊരു പാവാന്ന് അറിയത്തില്ലല്ലോ എന്ന് അലീന പെട്ടെന്ന് പറയുമ്പോൾ അത് പിന്നെ എനിക്കും അറിയില്ലല്ലോ പാവാണോ ഭയങ്കരിയാണോ എന്ന് മനു പറയുമ്പോൾ അറിയണ്ട, അതാ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് കയറി പോകുന്നുണ്ട്. മുത്തശ്ശിയുടെ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്ന മനു സൗദാമിനിക്കുട്ടിയെ എൻ്റെ സൗദാമിനിക്കുട്ടിക്ക് എന്തൊക്കെയുണ്ട് പറയാനെന്ന് ചോദിക്കുന്നുണ്ട്. സുഖാണോ, കാലൊക്കെ റെഡിയായോ എന്ന് മനു ചോദിക്കുമ്പോൾ അത് അലീനയല്ലേന്നോ, എല്ലാം റെഡി ആയിക്കോളും, അവളുണ്ടേൽ തനിക്കൊരു ധൈര്യമാണ്. നീ വന്നപ്പോൾ എനിക്കെന്താ കൊണ്ടുവന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് താൻ മറന്നുപോയി, അടുത്ത തവണ കൊണ്ടുവരാമെന്ന് മനു പറയുമ്പോൾ നീ ആ പെങ്കൊച്ചിനെ എനിക്ക് കൊണ്ടു തന്നത് തന്നെ വലിയ കാര്യമാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയുണ്ട് പെങ്കൊച്ചും സൗദാമിനിയമ്മയുടെ മോളും തമ്മിലുള്ളൊരു കെമിസ്ട്രി അടിപിടിയാണോന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്തു ചെയ്താലും അവൾക്ക് പിടിക്കത്തില്ല എന്ന് മുത്തശ്ശി പറയണ കേട്ട് അത് പിന്നെ മുത്തശ്ശിയുടെ അല്ലേ മോള്, നല്ല പ്രായത്തിൽ ഝാൻസി റാണി ആയിരുന്നില്ലേന്ന് മനു ചോദിക്കുമ്പോൾ എനിക്കന്ന് ആരോടും കുശുമ്പും അസൂയൊന്നും ഇല്ലായിരുന്നു, നിന്റെ മുത്തശ്ശനായിരുന്നു അന്ന് രാജാവ്, ഞാൻ വെറും ഒരു പ്രജ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തിയുടെ മോതിരം കാണാതായതും അലീനയെ കള്ളിയാക്കിയതുമെല്ലാം മുത്തശ്ശി മനുവിനോടായി പറയുന്നുണ്ട്. അലീനയെ ഭയങ്കര സംശയമായിരുന്നെന്നും പോലീസ് മുറിയിൽ ചോദ്യം ചെയ്തെന്നും ഈ മുറിയാകെ ഇളക്കി മറിച്ചെന്നും അവസാനം മോതിരം ജയമോളുടെ പേഴ്സിലുണ്ടായിരുന്നെന്നും അവൾ മറന്നുപോയതായിരുന്നെന്നും മുത്തശ്ശി പറയുമ്പോൾ ഇതാ പറയുന്നേ, നമ്മൾ ആരെയും വെറുതെ സംശയിക്കരുത്, അവർക്കത് വല്ലാതെ ഹാർട്ടാവും. അലീനയ്ക്ക് എന്തുമാത്രം വിഷമം തോന്നിക്കാണും. എന്നിട്ട് അവളോട് ആൻറ്റി മാപ്പ് പറഞ്ഞൊന്ന് ചോദിച്ചോണ്ട് മനു അലീനയെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അലീന അങ്ങോട്ട് വരുമ്പോഴേക്കും മോതിരത്തിന്റെ കഥ തന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് മനു ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അലീന മുത്തശ്ശിയെ കണ്ണുകൊണ്ട് നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ലെന്നേ എന്ന് അലീന പറയുമ്പോൾ എന്തേലും ഉണ്ടെങ്കിൽ പറയണ്ടേ,
തൻ്റെ കയ്യിൽ ഫോണുണ്ടോയെന്ന് മനു ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ മമ്മിയുടെ ഒരു പഴയ ഫോണുണ്ട്, പക്ഷേ ഓഫായിരുന്നു. ഞാനത് ചാർജ് ചെയ്യാൻ നോക്കി, പക്ഷെ വിളിക്കാനൊന്നും പറ്റുന്നില്ലെന്ന് അലീന പറയുമ്പോൾ ആ ഫോൺ എവിടെയെന്ന് മനു ചോദിക്കുന്നുണ്ട്. അലീന ആ ഫോൺ എടുത്തു കൊടുത്തോണ്ട് മമ്മി ഒരു മൊബൈൽ ഷോപ്പിൽ പോയിട്ടാ ഇതിൽ പൈസ നിറച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ എവിടെയാ മൊബൈൽ ഷോപ്പ് എന്ന് തനിക്കറിയില്ലല്ലോ എന്ന് അലീന പറയുന്നുണ്ട്. അതിന് മൊബൈൽ ഷോപ്പിലൊന്നും പോവേണ്ട ആവശ്യമില്ല, നമ്പർ പറഞ്ഞാൽ മതി എന്ന് മനു പറയുമ്പോൾ അലീന മമ്മിയുടെ നമ്പർ എടുത്തു കൊടുക്കുന്നുണ്ട്. മനു അപ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ട് ഇത് മൊബൈൽ കണ്ടുപിടിച്ച കാലത്തെ മൊബൈലാണല്ലോ എന്ന് പറയുന്നുണ്ട്. മനു തൻ്റെ മൊബൈലിൽ നിന്ന് അത് റീചാർജ് ചെയ്ത് കൊടുത്തോണ്ട് അധികം താമസിയാതെ ആക്ടിവേറ്റ് ആയിക്കോളും, ഡീആക്ടിവേറ്റ് ആയി കിടക്കായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് മൊബൈൽ അവളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ എത്ര കാശായി എന്ന് അലീന ചോദിക്കണ കേട്ട് ആ പൈസ കൂടി എനിക്ക് തരാനായിരിക്കും, കടം വീട്ടലാണല്ലോ ജീവിത ലക്ഷ്യമെന്ന് മനു പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, നല്ല സൂപ്പർ ഒരു ചായ എടുക്കുന്ന മനു പറയുമ്പോൾ അലീന മൊബൈൽ ബാഗിൽ വെച്ചുകൊണ്ട് ചായ എടുക്കാനായി അവിടുന്ന് പോകുന്നുണ്ടേ. അലീന ടേബിളിൽ ചായ എടുത്ത് വെക്കുമ്പോഴേക്കും മനു അങ്ങോട്ട് എത്തിയിരുന്നു. താൻ വിളിക്കാനിരിക്കുകയായിരുന്നു, ചൂടാറിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ലെന്ന് അലീന പറയുമ്പോൾ നമുക്ക് കഴിക്കാം, അലീന കൂടി ഇരിക്കുമെന്ന് മനു പറയുന്നുണ്ട്. താൻ ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് അലീന അവൻ്റെ കൂടെ തന്നെ അവിടെ നിൽപ്പുണ്ടേ. താനും വീട്ടിൽ നിന്ന് കഴിച്ചാ വന്നതെന്ന് മനു പറയുമ്പോൾ അവിടെ എന്തായിരുന്നു എന്ന് അലീന ചോദിക്കുന്നുണ്ട്. പുട്ടും പഴവും, അതവിടുത്തെ സ്ഥിരം മെനുവാ. എന്നും അതാണോ, അതെന്താ അങ്ങനെയെന്ന് അലീന ചോദിക്കുമ്പോൾ അതൊരു വലിയ കഥയാ. കൊല്ലപ്പള്ളിയിലെ വീടിൻ്റെ പിറകിൽ കുറച്ച് കൃഷിയുണ്ടെന്ന് മനു പറയുമ്പോൾ തനിക്കറിയാലോ അവിടെ വാഴക്കൃഷിയല്ലേന്ന് അലീന ചോദിക്കുന്നുണ്ട്. അതാ പറഞ്ഞു വരുന്നത്, ഈ വാഴ കുല പഴുക്കും, അതൊക്കെ പ്രകൃതിയുടെ ഒരു വികൃതിയാണല്ലോ. സംഭവം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഈ പുട്ടുണ്ടാക്കുന്നത് മനുഷ്യർക്ക് കഴിക്കാൻ വേണ്ടിയില്ല, ഈ വാഴക്കുലയ്ക്ക് കൂട്ടായിട്ടാ. ഒരു കുല പഴുത്ത അത് തീരുന്നതുവരെ പുട്ട് പഴം. അങ്ങനെ ആ പഴക്കുല തീർന്നു കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും രക്ഷപ്പെട്ടെന്ന്. അപ്പോഴേക്കും അടുത്ത കുല പഴുക്കും, പിന്നെയും പുട്ട് പഴം. ഇതിങ്ങനെ ലോകാവസാനം വരെ പോയിക്കൊണ്ടേയിരിക്കും എന്നൊക്കെ മനു പറയണ കോമഡി കേട്ട് അലീന അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുക. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പുട്ട് പുഴുങ്ങുന്ന സ്ഥലമേതെന്ന ചോദ്യം വന്നാൽ ഒരു സംശയവും വേണം, അപ്പോൾ തന്നെ ആൻസർ ചെയ്തോ, കൊല്ലപ്പള്ളി കൈതയ്ക്കൽ മാളിക വീട്. ഓപ്ഷൻസ് പലതും വരും, എ ഹോട്ടൽ, ബി ചായക്കട, സി തട്ടുകട എന്നൊക്കെ. പക്ഷേ അതൊന്നും എഴുതരുത്, ടിക് ഡി എന്നൊക്കെ മനു പറയണ കേട്ട് ചിരി അടക്കാൻ കഴിയാതെ മതി മനുവേട്ട, എനിക്ക് വയറുവേദനിക്കുന്നു എന്ന് അലീന പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അവിടെ നിന്നെന്ന് അപ്പു ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ എന്ന് അലീന ചോദിക്കുമ്പോൾ അവിടെ ജോലി എടുക്കാൻ ആളുണ്ടായിരുന്നല്ലോ, അമ്മയ്ക്ക് കൽപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. അലീനെ ഇന്ന് ഇഡ്ഡലി, നാളെ ദോശ, മറ്റന്നാൾ ഇടിയപ്പം എന്നൊക്കെ. ഇത് കേട്ട് അലീന വീണ്ടും ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഇപ്പോൾ മനസ്സിന് കുറച്ച് റിലാക്സേഷൻ കിട്ടിയില്ലേന്ന് മനു ചോദിക്കുന്നുണ്ട്. കിട്ടിയെന്ന് അലീന പറയുമ്പോൾ ഞാൻ ഇനിയും വരാം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക്, എന്നിട്ട് കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ പറയും, അപ്പോൾ ചിരിച്ച് തള്ളിയിക്കണം മനസ്സിലെ ടെൻഷനുകളൊക്കെ. എന്നാൽ ലീനയോടായി പറയുമ്പോൾ അവളും അത് സമ്മതിക്കുന്നുണ്ട്. താൻ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് മാറാനായി നോക്കുന്നുണ്ടെന്ന് മനു പറയുമ്പോൾ ട്രാൻസ്ഫർ ആണോ എന്ന് അലീന ചോദിക്കുക. അങ്ങനെ ട്രാൻസ്ഫർ ഒന്നും കിട്ടില്ല, വേറെ കമ്പനിയിലേക്ക് ചാടണം. എറണാകുളത്ത് വന്ന ഇൻഫോ പാർക്ക് ഉണ്ടല്ലോ, ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് സാലറി കുറവായിരിക്കും, അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് പോവാൻ പറ്റും. അലീന എന്തു പറയുന്നു എന്ന് മനു ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാന്ന് അലീന ചോദിക്കുന്നുണ്ട്. വരണമെന്ന് പറയാം, അല്ലെങ്കിൽ വരണ്ടെന്ന് പറയാം എന്ന് മനു ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ ഞാൻ ആരാ, ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു അനാഥ പെണ്ണ് എന്ന് അലീന സങ്കടത്തോടെ പറയണ കേട്ട് മനു എണീറ്റ് യാത്ര പറഞ്ഞു പോവാൻ തുടങ്ങാം. ഇന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് മടങ്ങുമെന്ന് അലീന ചോദിക്കുമ്പോൾ ഇന്ന് പോവില്ല, നാളെ പോവും. ഇപ്പോൾ ഫോൺ റെഡിയായില്ലേ, ഇനി എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കണമെന്നും പറഞ്ഞ് മനു അലീനയോട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. പിന്നീട് രാത്രിയാവുമ്പോൾ മാമച്ചൻ്റെ വീട്ടിൽ എല്ലാവരും ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. മാമച്ചനും ഗ്രേസമ്മയ്ക്കും ഫുഡ് വിളമ്പിക്കൊടുത്ത് രേവതിക്കുട്ടി മാറി നിൽക്കണ കണ്ട് നീ ഇരിക്കുന്നില്ലെന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്. താൻ പിന്നെ കഴിച്ചോളാന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ അതെന്താ ഇപ്പം കഴിച്ചാലേ ഗ്രേസമ്മേ, ഇവളുടെ കഴിപ്പ് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയാ, നമ്മൾ എണീറ്റ് പോയി കഴിഞ്ഞാൽ വെട്ടി വിഴുങ്ങാലോ. ആര് കാണാനെന്ന് മാമച്ചൻ ചോദിക്കുമ്പോൾ അതിനു വേണ്ടി തന്നെയാ എന്ന് രേവതിക്കുട്ടി ഒരു കോസലുമില്ലാതെ പറയണ കേട്ട് നീ എന്തൊക്കെയാടി തിന്നുന്നതെന്ന് മാമച്ചൻ ചോദിക്കുന്നുണ്ട്. ഒരു 12 ചപ്പാത്തി, 1/2 കിലോ ബീഫ്, ഹാഫ് ചിക്കൻ, 2 പ്ലേറ്റ് ചോറ് എന്നൊക്കെ അവൾ പറയണ കേട്ട് കുടുംബം വെളുപ്പിക്കുമല്ലോടി നീ എന്ന് മാമച്ചൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ മാമച്ചായ, നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാൻ വേണ്ടിയാ അവൾ ഈ കാത്തു നിൽക്കുന്നേ, അങ്ങനെ ചെയ്യരുതെന്ന് എത്ര പറഞ്ഞാലും ഇവൾ കേൾക്കത്തില്ല എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ ആഹാരം വേസ്റ്റാക്കി കളയണത് കാണുമ്പോൾ സങ്കടം വരും. ഞങ്ങളൊക്കെ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. ഞങ്ങളിനി ഫുഡ് വേസ്റ്റ് ആക്കുന്നില്ല, അതുപോലെ നീയും എടുത്ത് കഴിക്ക് എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ
രേവതിക്കുട്ടി അനുസരണയോടെ ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയും കറിയുമെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോണ കണ്ട് നീ എവിടെ പോവാന്ന് ഗ്രേസമ്മ ചോദിക്കുക. അവിടെ പോയിരുന്ന് കഴിക്കാനാണെന്ന് അവൾ പറയണ കേട്ട് അവിടെ പോയി എവിടെ ഇരുന്ന് കഴിക്കുമെന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്. ആ സ്ലാബിൽ പ്ലേറ്റ് വെച്ച് കഴിക്കുമെന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ഗ്രേസമ്മ ദേഷ്യത്തോടെ ഞാൻ പല തവണ നോട്ട് ചെയ്തതാ, നിന്നോണ്ടാണ് ഈ ഫുഡ് കഴിക്കുന്നത്. ഇരുന്ന് കഴിക്കാൻ അറിഞ്ഞൂടെ നിനക്ക്? എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിക്കാൻ, ഇവിടെ വന്നിരുന്ന് കഴിക്ക് എന്ന് ഗ്രേസമ്മ ഒച്ചയെടുക്കുമ്പോൾ ഇപ്പോഴോ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചോളാമെന്ന് രേവതിക്കുട്ടി പറയാ. ഇത് കേൾക്കുമ്പോൾ ദേഷ്യത്തോടെ പറയുന്ന കേക്ക് പെണ്ണേ, ഇവിടെ വന്നിരുന്ന് കഴിക്ക് എന്ന് ഗ്രേസമ്മ വീണ്ടും ദേഷ്യത്തോടെ പറയുമ്പോൾ രേവതിക്കുട്ടി അനുസരണയോടെ വന്ന് അവിടെ നിൽക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഗ്രേസമ്മ പറയണ കേട്ട് ഒപ്പം ഇരിക്കാനൊന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. എന്താ ഒപ്പം ഇരുന്നാല് ആകാശം ഇടിഞ്ഞ് തലയിൽ വീഴോ? ഞങ്ങളുടെ അന്തസ്സും അഭിമാനവും തകർന്ന് തരിപ്പണമാവോ? നീയാണോ അതെല്ലാം താങ്ങിക്കൊണ്ട് നടക്കുന്നത്? ഇരി അവിടെ എന്ന് ഗ്രേസമ്മ ഒച്ച വെക്കുമ്പോൾ പേടിയോടെ അനുസരണയോടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സങ്കടത്തോടെ കരയുന്ന രേവതിക്കുട്ടിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.